പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യ സൂക്തം വളരെ വിശദമായി പറയേണ്ടുന്ന ഒന്നാണെങ്കിലും ചെറിയ സമയത്തിനുള്ളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കും. ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ഒരു സമ്മാനത്തിന്റെ ഓർമ്മ ദിനമാണ്. അല്ലാഹു അവന്റെ സമക്ഷത്തിലേക്ക് മക്കയുടെ പ്രാന്തപ്രദേശത്ത് നിന്ന് പാലസ്തീനിന്റെ പരിശുദ്ധ മണ്ണിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മിഅ്റാജിലൂടെ വാനലോകവും കടന്ന് പരിശുദ്ധ റബ്ബിന്റെ സന്നിധാനത്തിൽ നബിതങ്ങളെ കൊണ്ടുവന്ന് ആദരിച്ച് അവിടെ നിന്ന് സമ്മാനവും കൊടുത്ത് തിരിച്ചയച്ച ഒരു സുന്ദര മുഹൂർത്തത്തിന്റെ ഓർമ്മ ദിനമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ നബിതങ്ങള് വിഷമത്തിന്റെ മുകളിൽ വിഷമമായി, പ്രയാസത്തിന്റെ മുകളിൽ പ്രയാസമായി നിലകൊണ്ടിരുന്ന ആ സമയത്ത് അതീവ ഭീകരമായ സമയം ആ സമയത്താണ് നബിതങ്ങൾക്ക് ഇസ്രാഉം മിഅ്റാജും നൽകുന്നത്. ആ സമയത്താണ് പരിശുദ്ധ നബിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സമാശ്വാസത്തിന്റെ യാത്രയായി ഇസ്രാഉം മിഅ്റാജും നൽകുന്നത്. ഇസ്രായിലൂടെ മിഅ്റാജിലൂടെ നബിതങ്ങളെ ആകാശാരോഹണത്തിന് വേണ്ടി നബിതങ്ങളെ വിളിക്കാൻ പടച്ച റബ്ബിന്റെ സന്ദേശവുമായി നിർദ്ദേശവുമായി കടന്നു വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രവാചകന്റെ വില മനസ്സിലാക്കാതിരുന്ന മക്കയിലെ പ്രാന്തപ്രദേശത്ത് താമസിച്ചിരുന്ന കുഫാറുകൾ, ത്വായിഫിലെ മലമടക്കുകളിൽ താമസിച്ചിരുന്ന കുഫാറുകൾ ആ പ്രവാചകന്റെ വില എത്രയാണ്, മഹത്വം എത്രയാണ്. ആ പ്രബോധനത്തിലൂടെ നബിതങ്ങൾ അതിജയിച്ചുകൊണ്ട് നമ്മുടെ കൈകളിലേക്ക് തന്ന ഹിദായത്തിന്റെ ഈ വെള്ളി വെളിച്ചം നമുക്കിതിന്റെ വില മനസ്സിലാകുന്നില്ല. ആ പ്രവാചകനില്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ ബുദ്ധിയില്ല. ആ പ്രവാചകനില്ലെങ്കിൽ വാനലോകത്ത് നിന്ന് ഭൗമണ്ഡലങ്ങളിലേക്ക് വാർന്നു വീഴുന്ന പേമാരിയുടെ ശീതനങ്ങളില്ല. ആ പ്രവാചകനില്ലെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങളുടെ മനോഹാരിതയില്ല. ആ പ്രവാചകനില്ലെങ്കിൽ പ്രകൃതിയുടെ രമണീയതയില്ല. ആ പ്രവാചകനില്ലെങ്കിൽ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ ചലനം പോലുമില്ല. അങ്ങനെയുള്ള പ്രവാചകനോട് അതുകൊണ്ട് ആ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ പ്രവാചകനെ കൂട്ടിക്കൊണ്ടു പോകാൻ പ്രപഞ്ചത്തിന്റെ സിത്താവിന്റെ ക്ഷണവുമായി കടന്നു വിടുകയാണ്. 7 വാനലോകവും കടന്ന് ഈ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കടന്നു വരികയാണ്. മക്കയുടെ പ്രാന്തപ്രദേശത്തിലേക്ക് കടന്നു വരികയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഒരൊറ്റ രാത്രിയുടെ അല്പഭാഗം കൊണ്ട് മക്കയുടെ മണ്ണിൽ നിന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് അന്നത്തെ 2.5 മാസത്തോളം കുതിരയിൽ സഞ്ചരിച്ചാൽ, ഒട്ടകത്തിൽ സഞ്ചരിച്ചാൽ ചെന്നെത്തുന്ന അത്രത്തോളം വഴി ദൂരമുള്ള പാലസ്തീനിന്റെ പരിശുദ്ധ മണ്ണിലേക്ക് പ്രവാചകനെയും കൊണ്ട് പോകുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് മിഅ്റാജിലേക്ക് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുകയാണ്. ഒന്നാം ആകാശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ ആ കവാടത്തിന്റെ അടുക്കൽ നിലകൊള്ളുന്നുണ്ട് ആദ്യ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം. അവിടുന്ന് പ്രവാചകനെ കണ്ടപാട് സ്വാഗതം നൽകുകയാണ്. മർഹബൻ ലിഇബ്നിൻ വനബിയ്യിൻ മുഹമ്മദ്. എന്റെ നേതാവായ എന്റെ മകനായ പ്രവാചക, അങ്ങക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്
അവിടെ കണ്ടുമുട്ടുകയാണ്. ആദ്യ പ്രവാചകനും അന്ത്യപ്രവാചകനും തമ്മിൽ അവര് തമ്മിൽ ആശ്ലേഷിക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യുകയാണ് രണ്ടാം ആകാശത്തിലേക്ക്, മൂന്നാം ആകാശത്തിലേക്ക്. അങ്ങനെ യാത്ര ചെയ്ത് 7 ആകാശങ്ങളും താണ്ടിക്കടന്നു. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുപോയി, നബിയേ, ഇനി ഇവിടുന്ന് താങ്കൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാനുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങയ്ക്കൊറ്റയ്ക്കാണ് യാത്ര ചെയ്യാനുള്ളത്. ഈ ജിബ്രീൽ മാലാഖ അങ്ങയുടെ കൂടെയില്ല നബിയേ. ഈ ജിബ്രീൽ മാലാഖ അങ്ങയുടെ കൂടെയില്ല. നബി തങ്ങൾ പറഞ്ഞു, മക്കയുടെ പ്രാന്തപ്രദേശത്ത് നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ വഴിയുടെ മധ്യത്തിൽ വെച്ച് എന്നെ ഉപേക്ഷിക്കുകയാണോ ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ ഇവിടെ താങ്കളെ ഉപേക്ഷിക്കുകയല്ല. ഇവിടെയാണ് എന്റെ യാത്രയുടെ പരിധി. ഈ പരിധി വിട്ട് ജിബ്രീൽ മാലാഖയ്ക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള അനുവാദം പടച്ചവൻ നൽകിയിട്ടില്ല. ഈ പരിധിയിൽ നിന്ന് ജിബ്രീൽ മാലാഖ ഒരു പാദമെങ്ങാനും മുന്നോട്ട് വെച്ചാൽ പടച്ചവന്റെ പ്രകാശത്തിന്റെ രശ്മി പതിച്ചുകൊണ്ട് ഈ ജിബ്രീൽ മാലാഖ കത്തിക്കരിഞ്ഞ് ഭസ്മമായി പോകും നബിയേ. അതുകൊണ്ട് നബിയെ അങ്ങ് സഞ്ചരിച്ചു കൊള്ളുക, അങ്ങ് സഞ്ചരിച്ചു കൊള്ളുക. ഏത് മാലാഖയാണ് പറഞ്ഞത്? മുഖറുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹിസ്സലാം, ത്വാഊസുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹിസ്സലാം, റൂഹുൽ അമീൻ മലക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ യാത്രയുടെ പരിധി കഴിഞ്ഞു. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. നബിയെ, യാത്ര ചെയ്തുകൊള്ളുക, അങ്ങ് ഭയപ്പെടണ്ട, അങ്ങ് ഭയപ്പെടണ്ട. അങ്ങ് യാത്ര ചെയ്യുന്നത് രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ പടച്ചറപ്പിന്റെ സന്നിധാനത്തിലേക്കാണ്. അതുകൊണ്ട് അങ്ങ് യാത്ര ചെയ്തുകൊള്ളുക. നബി തങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. പടച്ചവനെ നേരിട്ട് ദർശിക്കാനുള്ള തിരുമുൾ കാഴ്ചയ്ക്ക് വേണ്ടി പുന്നാരനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകന് പോലും നൽകാത്ത ആ പരിശുദ്ധമായ വലിയ അനുഗ്രഹത്തിന് വേണ്ടി കടന്നു പോകുകയാണ്. അവിടെ നിന്ന് നബിതങ്ങള് ആ നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറന്നു പോകുകയാണ്. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചു പോയി, അല്ലാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണണം. അല്ലാഹു പറഞ്ഞു, മൂസ, നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല. എന്റെ പ്രകാശത്തിന്റെ ഒരു രശ്മിയെങ്ങാണ് ഞാൻ അയക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു കണിക കണ്ടപ്പോഴേക്കും മൂസ സഅഖാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ പരിപൂർണതയല്ല കണ്ടത്, അതിന്റെ ഒരു അംശം കണ്ടപ്പോഴേക്കും മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി പോകുകയാണ്. എന്നാൽ നമ്മുടെ നബി പടച്ചവനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പടച്ചവന്റെ തിരുമുൾ കാഴ്ചയിൽ പുന്നാരനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനാകുന്നില്ലെന്നതാണ്. അല്ലാഹുവിനെ കാണാൻ വേണ്ടി കടന്നു വന്ന മൂസയോട് അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞു, മൂസ, നിന്റെ ചെരുപ്പൂരി വെച്ചിട്ട് കടന്നു വരൂ എന്ന് പറഞ്ഞു. പക്ഷേ ലദത്തൂരി മൂസ നൂദിയ സലാം وأحمد إلى العرش لم يؤمر بخلع نعاله. നബി തങ്ങളോട് ചെരുപ്പൂരി വെക്കാൻ അല്ലാഹു കൽപ്പിച്ചില്ല. അങ്ങനെയുള്ള പ്രവാചകൻ അവിടുന്ന് അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. അവിടുന്ന് അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹുവിനോട് പറയുകയാണ്, അത്തഹിയാത്തുൽ മുബാറകാത്ത് അസ്സലവാത്തു വത്ത്വയ്യിബാത്ത് ലില്ലാഹ്. എല്ലാ നമസ്കാരത്തിലും നമ്മൾ ചെയ്യുന്ന അത്തഹിയാത്ത് അല്ലാഹുവിനോട് പറയുകയാണ്. എല്ലാ ഗുണഗണങ്ങളും എല്ലാവിധ തിരുമുൾ കാഴ്ചകളും എല്ലാ ബറക്കത്തുകളും എല്ലാ അനുഗ്രഹങ്ങളുടെ കേദാരങ്ങളും
എല്ലാ പരിശുദ്ധതയും പരിപാലനയും അല്ലാഹുവേ നിനക്കുള്ളത് മാത്രമാണ്. അല്ലാഹുവിനെ കണ്ടുടനെ നബിതങ്ങൾ ചെയ്ത അഭിസംബോധനയാണ്. അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ അങ്ങയ്ക്കും തിരിച്ച് അതുപോലെ തന്നെ കരുണയും ബറക്കത്തും ഐശ്വര്യവും നിലനിർത്തി തരുമാറാകട്ടെ എന്ന് തിരിച്ചു പറയുമ്പോ, പ്രിയമുള്ളവരെ, നമ്മളിവിടെ ജുമുഅ നമസ്കാരത്തിന് വന്നിരിക്കുകയാണ്. നമ്മൾ ദുഹർ നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ സുബഹി നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ നമസ്കാരങ്ങൾ 5 വഖത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും അല്ലാഹുവിനോട് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറയുമ്പോ ഞാൻ സംസാരിക്കുന്നത് എന്റെ പടച്ചവനുമായിട്ടാണ്, ഞാൻ പടച്ചവനുമായിട്ട് കണ്ടുമുട്ടുകയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്ത് വന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നബിതങ്ങൾ അവിടെ നിന്ന് സമ്മാനം, വിലമതിക്കാനാകാത്ത സമ്മാനം ഈ ഉമ്മത്തിന് കൊണ്ടുവരുമ്പോ ഒരു വിശ്വാസിയുടെ ഈ നമസ്കാരത്തിന്റെ വില എത്രയാണ്? ഒരു വിശ്വാസി നമസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോ ആ വിശ്വാസിയുടെ റൂഹ് സഞ്ചരിക്കുകയാണ്. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ആകാശത്തിലൂടെ, 2ാം ആകാശത്തിലൂടെ 7 ആകാശവും കടന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം നമിക്കുന്ന ഒരു വിശ്വാസിയുടെ റൂഹുണ്ടല്ലോ. നമ്മുടെ റൂഹ് എങ്ങനെയാണ്? നമ്മുടെ നമസ്കാരം എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരം എത്രയോ ബലഹീനമാണ്, എത്രയോ നമസ്കാരം ഉപേക്ഷിച്ചവരാണ്. ഈ നമസ്കാരത്തിന്റെ വാർഷികം ഈ മാസത്തിൽ നടക്കുമ്പോ, പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഉമ്മത്തിന് നബിതങ്ങൾ കൊണ്ടുവന്ന സമ്മാനം നമ്മുടെ കൈകളിൽ ഇരിക്കുമ്പോ ഈ സമ്മാനത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നതാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. നമസ്കാരം എന്നത് ഒരു മുഅ്മിനിന്റെ, വിശ്വാസിയുടെ മിഅ്റാജാണെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ നമസ്കരിക്കുമ്പോഴും അവന്റെ റൂഹ് അങ്ങനെ സഞ്ചരിക്കുകയാണ് പടച്ചവന്റെ സന്നിധാനത്തിലേക്ക്. ആ പടച്ചവന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ വിഷമങ്ങൾ പങ്കുവെക്കുകയാണ്, ആ പടച്ചവനോട് സംസാരിക്കുകയാണ്. അവന്റെ ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ പാണ്ടക്കെട്ട് പടച്ചവന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്ന് നിരത്തി വെച്ചിട്ട് പടച്ച റബ്ബിനോട് സംസാരിക്കുന്ന അതിനുള്ള മാധ്യമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി കൊണ്ടുവന്ന് നൽകിയത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഇത് ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ്, ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ്. മഹാൻ